നിങ്ങളുടെ വാഗ്ദോരണികൾ കൊണ്ടൊന്നും നമ്മുടെ മനം മാറില്ല. പറയൂ, വൈഷ്ണവതയ്ക്കപ്പുറം എന്തു മേന്മയാണ് ശൈവത്തിനുള്ളത്? ശൈവ സംസ്കാര വിശ്വാസങ്ങളുടെ മേന്മയും വ്യാപ്തിയും അർത്ഥതലങ്ങളും പറയാൻ അധികം വാക്കുകളൊന്നും ആവശ്യമില്ല മഹാരാജൻ. നമഃശിവായ എന്ന പഞ്ചാക്ഷരങ്ങൾ തന്നെ ധാരാളം മതി. ഭഗവാൻ പരമശിവന്റെ പഞ്ചമുഖങ്ങളായ ഈശാനം, തത്പുരുഷം, അഘോരം, വാമദേവം, സാധ്യോജാതം എന്നിവ പഞ്ചാക്ഷരങ്ങൾ കൊണ്ട് അർത്ഥമാക്കി വണങ്ങുമ്പോൾ പഞ്ചഭൂതങ്ങളായ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നിവയും പഞ്ചപ്രാണനായ പ്രാണ, അപാന, സമാന, ഉദാന വ്യാനന്മാരും അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്നീ പഞ്ചകോശങ്ങളും ശുദ്ധമാകുന്നു. ശിവശക്തി സംഗമമായ പ്രപഞ്ചത്തിൽ ജീവാത്മാക്കൾക്ക് കാരണമായി ശാസ്ത്രങ്ങൾ പറയുന്ന പരമാണുപ്പൊരുളിലെ സ്പന്ദനം പോലും ശിവതാണ്ഡവമാണ്. നിർത്തൂ നിങ്ങളുടെ ശിവസ്തുതികൾ. വാക്കുകൾക്ക് അർത്ഥങ്ങൾ ചമച്ച് വ്യാഖ്യാനിക്കാൻ പണ്ഡിതന്മാർക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. അനുഭവങ്ങളാണ് സത്യമാകേണ്ടത്. നിങ്ങൾ പറഞ്ഞതെല്ലാം അനുഭവത്തിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടാൽ തിരുത്താൻ നാം തയ്യാറാണ്. ഇപ്പോൾ നമ്മുടെ കൽപ്പന പാലിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ശൈവ പൂജ അവസാനിപ്പിക്കാൻ തയ്യാറല്ലെങ്കിൽ രാജ്യം വിട്ടു പോകാൻ തയ്യാറായിക്കൊള്ളൂ. നിങ്ങൾക്ക് പോകാം. ഇങ്ങനൊരു കൽപ്പനയേക്കാൾ ഭേദം മഹാരാജാവ് ആ ഉടവാള് കൊണ്ട് നമ്മുടെയൊക്കെ ശിരസ് ഛേദിക്കുന്നതായിരുന്നു. ഒന്നുകിൽ രാജകൽപ്പന അനുസരിക്കുക, അല്ലെങ്കിൽ രാജ്യം വിട്ടു പോവുക. ജനിച്ച മണ്ണിൽ ജീവിക്കണമെങ്കിൽ രാജ്യത്തിന്റെ താൽപര്യത്തെക്കാൾ രാജാവിന്റെ താൽപര്യം സംരക്ഷിക്കണമെന്ന പ്രജയുടെ ഗതികേട്. ഇങ്ങനെ അടിമകളായി ജീവിക്കുന്നതിനേക്കാൾ ഭേദം ജീവൻ ഉപേക്ഷിക്കുന്നത് തന്നെയാ. മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. ജീവൻ തന്ന ഭഗവാന് മാത്രമേ അത് തിരികെ എടുക്കാനും അധികാരമുള്ളൂ. അപ്പോ അങ്ങ് പറഞ്ഞു വരുന്നത് രാജകൽപ്പന അനുസരിച്ച് നമ്മളെല്ലാം വൈഷ്ണവരായി മാറണമെന്നാണോ? എന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല. എൻ്റെ ഓർമ്മയിൽ ഇതുവരെയും ഇങ്ങനെ ഒരു പ്രതിസന്ധി ഈ രാജ്യത്തുണ്ടായിട്ടില്ല. ഉപേന്ദ്രപ്പെരുമാളിൻ്റെ പൂർവികരൊക്കെയും പ്രജാക്ഷേമ തൽപരരായ ഭരണകർത്താക്കളായിരുന്നു. അതുകൊണ്ടാ രാജ്യം ഇത്രയും സമ്പൽ സമൃദ്ധമായത്. പക്ഷെ അതെല്ലാം ഈ ഉപേന്ദ്ര പെരുമാളിന്റെ ഭരണത്തോടെ അവസാനിക്കും. എന്തു ചെയ്യാം? ജന്മം കൊണ്ട് മാത്രമല്ലല്ലോ, കർമ്മം കൊണ്ടുകൂടിയല്ലേ മനുഷ്യൻ ശ്രേഷ്ഠനാകേണ്ടത്. നമ്മുടെ പ്രജകളുടെ ദൗർഭാഗ്യമെന്നല്ലാതെ എന്തു പറയാൻ? എന്തായാലും നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാം. അതെ, ഇനി എന്ത് ചെയ്യണമെന്ന് ഭഗവാന്റെ മുന്നിൽ വെച്ച് തന്നെ തീരുമാനിക്കാം. വരൂ. ഇന്നേക്ക് 7-ാം നാൾ മീനമാസത്തിലെ ഉത്രം നക്ഷത്രമാണ്. പൈങ്കുനി ഉത്രം. അന്ന് പൗർണമിയാണ്. പൂർണ്ണചന്ദ്രൻ പ്രപഞ്ചമാകെ പകൽ പോലെ പ്രകാശം ചൊരിയുന്ന രാത്രി. മാത്രമല്ല, മീനത്തിലെ ഉത്രം നക്ഷത്രത്തിലാണ് ശ്രീപരമേശ്വരൻ പാർവതി ദേവിയെ പത്നിയായി സ്വീകരിച്ചതും സുബ്രഹ്മണ്യൻ ദേവയാനിയെ വരിച്ചതും. ഏതൊരു സ്ത്രീയും അവൾ ആഗ്രഹിക്കുന്ന ഉത്തമ പുരുഷനെ പതിയായി ലഭിക്കാൻ സോമവാര ദിനവും ഉത്രം നക്ഷത്രവും ചേരുന്ന നാളിൽ പാർവതീസമേതനായ ശ്രീപരമേശ്വരനെ ഭജിക്കുകയും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ 108 ആവർത്തി ചൊല്ലുകയും വേണം. സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ ആ പൗർണമി നാളിൽ പാർവതീസമേതനായ പരമേശ്വരനെ ഭജിച്ചാൽ നാം ആഗ്രഹിക്കുന്നതെന്തും ആ പരമേശ്വരൻ സാധിച്ചു തരും. ഉത്രം നക്ഷത്രത്തിൽ തന്നെയല്ലേ അച്ഛാ ശ്രീ ധർമ്മശാസ്താവിന്റെയും ജനനം? അതെ, ധർമ്മരക്ഷകനാണ് സാക്ഷാൽ ശ്രീ ധർമ്മശാസ്താവ്. മനമൊരുക്കി പ്രാർത്ഥിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന ധർമ്മപാലകൻ. കൈലാസനാഥന്റെ ശക്തിയും വൈകുണ്ഠനാഥന്റെ ചൈതന്യവും സമ്മേളിച്ച് ഭൂജാതനായ ഭക്തവത്സലൻ. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ സമന്വയ ഭാവങ്ങൾ കളിയാടുന്ന സനാതന പാലകൻ. എനിക്കൊരു സംശയം. ചോദിച്ചോളൂ.
ശാസ്താവിന്റെ ജന്മദിനത്തിൽ പ്രാർത്ഥിച്ചാൽ നാം എന്താഗ്രഹിച്ചാലും സാധ്യമാകുമെന്ന് അച്ഛൻ പറഞ്ഞല്ലോ. പറഞ്ഞത് ഭഗവാനോളം പരമാർത്ഥമാണ്. അപ്പൊ ഞാൻ എന്താഗ്രഹിച്ചാലും സാധിക്കുമോ? ചോദ്യം അവിവേകമല്ല. ഭഗവാന്റെ ശക്തിപ്രഭാവത്തെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയാണ്. എന്നാൽ കേട്ടുകൊള്ളൂ, ധാരാളം സ്ത്രീകൾ ഉത്രം നാളിൽ പരമശിവനെ ഭജിച്ച് സൽഗുണസമ്പന്നരായ ഭർത്താക്കന്മാരെ വരിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ പാഴ്വാക്കല്ല, അനുഭവസ്ഥരുടെ മൊഴിയാണ്. എനിക്കും ചിലത് അറിയാനുള്ള ആഗ്രഹമുണ്ട്. ചോദിക്കാമല്ലോ. സംശയം ദൂരീകരിക്കുക എന്നുള്ളത് ഏതൊരു ഗുരുവിന്റെയും കടമയാണ്. നാം ആഗ്രഹിക്കുന്നത് എന്തും നേടുന്നത് ദൈവനിയോഗമാണോ അതോ അവരവരുടെ കർമ്മഫലമാണോ? മകളെ, നാം ആഗ്രഹിക്കുന്നത് എന്തും സാധിച്ചാൽ ദൈവവും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം? നേടുന്നത് നന്മയായാലും തിന്മയായാലും ഈശ്വര നിയോഗമാണെന്ന് കരുതി സന്തോഷത്തോടെ സ്വീകരിക്കുക. അതാണ് യഥാർത്ഥ ഈശ്വരവിശ്വാസമെന്ന് തിരിച്ചറിയുക. ഇക്കണ്ട കാലമത്രയും ഞാൻ ഈശ്വരനെ ഭജിച്ചാണ് കഴിഞ്ഞത്. എന്നിട്ടിന്നേ വരെ എനിക്ക് ഈശ്വരനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ ഗുരുവേ. ഈശ്വരനെ കാണാൻ ആഗ്രഹമില്ലാത്തവരായി ആരാണുള്ളത്? നിങ്ങൾക്കിപ്പോ ഈശ്വരനെ കാണണോ? കാണണം. എങ്കിലെല്ലാവരും ഒരു നിമിഷം കണ്ണുകളടയ്ക്കൂ. എന്നിട്ട് ഇഷ്ടദേവനെ മനസ്സിൽ ധ്യാനിച്ച് അകമഴിഞ്ഞു പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു രൂപം തെളിയുന്നില്ലേ? ഇനി കണ്ണു തുറന്നോളൂ. നിങ്ങൾ എല്ലാവരുടെയും ഉള്ളിൽ ഇഷ്ടദേവതാരൂപം തെളിഞ്ഞു വന്നില്ലേ? അതേ ഗുരു, ഞങ്ങളെല്ലാവരുടെയും ഉള്ളിൽ ആ സാന്നിധ്യം മനസ്സുകൊണ്ട് അറിയുന്നു ഗുരുവേ. കാഴ്ചയിലല്ല ഈശ്വരൻ, മറിച്ച് അനുഭവങ്ങളിലൂടെയാണ് ഈശ്വര സാന്നിധ്യം നാം അറിയുന്നത്. മനസ്സിൽ തെളിഞ്ഞത് സങ്കല്പമാണ്. ഈശ്വര സാക്ഷാത്കാരം സാധ്യമാകാൻ സങ്കല്പങ്ങൾ സത്യമാകണം. അതിനായി കാണുന്നതെല്ലാം ഈശ്വരനും കേൾക്കുന്നതെല്ലാം ഈശ്വരനാമവും ചിന്തയും വാക്കും ഈശ്വരാർപ്പിതവുമാകണം. അപ്പോൾ രണ്ടെന്ന ഭാവം ഇല്ലാതെയാകും. അതുതന്നെയാണ് ഈശ്വര സാക്ഷാത്കാരവും. ഓരോ മനുഷ്യജന്മവും പൂർണ്ണമാകുന്നത് സാക്ഷാത്കാരത്തിലൂടെയാണ്. എല്ലാവരും യത്നിക്കേണ്ടതും അതിനായാണ്. പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ആയുധബലം കൊണ്ടും ആത്മബലം കൊണ്ടും ഓരോ രാജ്യങ്ങളും നാം ആക്രമിച്ച് കീഴടക്കുമ്പോഴും വികസിക്കുന്നത് നമ്മുടെ രാജ്യം മാത്രമല്ല, വൈഷ്ണവ സംസ്കാരം കൂടിയാണ്. ഉയരുന്നത് നമ്മുടെ കീർത്തി മാത്രമല്ല, ആദിനാരായണന്റെ നാമം കൂടിയാണ്. ആ അനുഗ്രഹമാണ് അങ്ങയുടെ ഐശ്വര്യം. മന്ത്രി, ഇനിയും ഒറ്റപ്പെട്ട് കിടക്കുന്ന ചിലയിടങ്ങളിൽ ശൈവാരാധനയും പൂജയും നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിച്ച ചാരസന്ദേശം. എത്രയും വേഗം അത് കണ്ടെത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. അവശേഷിക്കുന്ന ശൈവന്മാരെ കണ്ടെത്താനായി നാം സേവകരെ നിയോഗിച്ചു കഴിഞ്ഞു രാജൻ. നല്ലത്. മഹാരാജാവിന്റെ മനസ്സറിയുന്ന മന്ത്രി താങ്കളാണ് എന്റെ വിജയം. നമ്മുടെ ഇംഗിതമറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള അങ്ങയുടെ അസാമാന്യ പാടവം അഭിനന്ദനാർഹം തന്നെയാണ്. മഹാരാജാവില്ലെങ്കിൽ പിന്നെ മന്ത്രി ഇല്ലല്ലോ രാജൻ. അങ്ങയുടെ മനസ്സും ചിന്തകളും അറിഞ്ഞു പ്രവർത്തിക്കുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യമെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനുമുള്ള സർവ്വ സ്വാതന്ത്ര്യവും.
നാം മന്ത്രിക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നു. ഒരു യാകാശത്തെ പോലെ അങ്ങ് മുന്നേറുമ്പോൾ ആ കരങ്ങൾക്കും ചിന്തകൾക്കും ശക്തി പകരാൻ ഒരു നിഴല് പോലെ ഒപ്പം ഉണ്ടാകും എന്നും ഞാൻ. മതി, അത് മതി നമുക്ക്. ദുഃഖങ്ങളില്ലാത്ത സുഖങ്ങൾ മാത്രമുള്ള ഒരു വൈകുണ്ഠമാകണം നമ്മുടെ രാജ്യം. ഭൂലോക വൈകുണ്ഠം, സമത്വ സുന്ദര സുരഭില രാജ്യം, അതാണ് നമ്മുടെ സ്വപ്നം. വൈഷ്ണവർ മാത്രമുള്ള ലോകം. ഇവിടെ ശൈവരുണ്ടായാൽ അവർ നമ്മുടെ വൈഷ്ണവരുമായി നിരന്തരം തർക്കങ്ങളുണ്ടാവും. പോരാട്ടങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഉണ്ടായി ക്രമസമാധാനം നഷ്ടപ്പെടും. അങ്ങനെ സംഭവിച്ചാൽ ഭൂലോക വൈകുണ്ഠം എന്ന നമ്മുടെ സ്വപ്നം ഒരു പാഴ് സ്വപ്നമായി അസ്തമിക്കും. അത് പാടില്ല. രാജ്യത്ത് സമാധാനം പുലരണമെങ്കിൽ ശൈവന്മാർ രാജ്യത്തു നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടണം. മഹാരാജൻ, അങ്ങ് മനസ്താപപ്പെടണ്ട. അങ്ങയുടെ സ്വപ്നം പോലെ നമ്മുടെ രാജ്യം പൂർണ്ണമായും വൈഷ്ണവ രാജ്യം തന്നെയാകും. ഒരു ശൈവൻ പോലും അങ്ങയുടെ സ്വപ്നങ്ങൾക്ക് വിഘാതമുണ്ടാക്കാൻ കടന്നു വരില്ല, വരാൻ അനുവദിക്കില്ല നാം. മന്ത്രി, വൈഷ്ണവ ആരാധന വർദ്ധിപ്പിക്കാൻ രാജ്യത്തുടനീളം വൈഷ്ണവ പ്രചാരകരെ നിയോഗിക്കണം. വൈഷ്ണവ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെടണം. കൂടാതെ നാം കീഴടക്കിയ എല്ലാ ശൈവക്ഷേത്രങ്ങളിലെയും വിഗ്രഹങ്ങൾ മാറ്റണം. പകരം ഭഗവാൻ മഹാവിഷ്ണുവിന്റെയും വിഷ്ണു ഭഗവാന്റെ തിരു അവതാരങ്ങളുടെയും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടണം. ഉത്തരവ് പോലെ മഹാരാജൻ. ഇനി കാലം പാടി നടക്കട്ടെ ഉപേന്ദ്ര പെരുമാളിന്റെ വീരകഥകൾ. ഭഗവാനെ, കൈലാസനാഥ, ഈയുള്ളവൾ ഇക്കാലം അത്രയും ധർമ്മശാസ്താവിനെ ഭജിച്ചതും പാതാരവിന്ദങ്ങളിൽ പുഷ്പാർച്ചന നടത്തിയതും ശാസ്താവിനെ പതിയായി ലഭിക്കുവാൻ വേണ്ടി മാത്രമാണ്. എന്റെ ആഗ്രഹം സഫലമാകുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണം. എങ്കിലേ ഈ ഉള്ളവളുടെ ജന്മം പൂർണ്ണമാവുകയുള്ളൂ. അല്ലയോ മഹാദേവ, ശ്രീ ധർമ്മശാസ്താവിൻ്റെ പത്നിയായി അദ്ദേഹത്തെ ഭജിച്ച് സേവിച്ചു കഴിയുക എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കണം, അനുഗ്രഹിക്കണം. പൗർണമി നാളിൽ ഏതൊരു സ്ത്രീയും അവൾ ആഗ്രഹിക്കുന്ന ഉത്തമ പുരുഷനെ പതിയായി ലഭിക്കാൻ പാർവതീ സമേതനായ ശ്രീ പരമേശ്വരനെ ഭജിക്കുക. കമല, ഈ പാതിരാത്രിക്ക് ഒറ്റയ്ക്ക് എങ്ങോട്ടാ? വിമല ആ പൂർണ്ണചന്ദ്രനെ കണ്ടോ? എത്ര മനോഹരമായിരിക്കുന്നു. പിതാവ് പറഞ്ഞത് ഓർമ്മയില്ലേ? പൗർണമി രാത്രിയിൽ ചന്ദ്രൻ പകൽ പോലെ നിലാവ് പരത്തുമെന്നും അന്ന് നാം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും സഫലമാകുമെന്നും. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നാൽ ഞാനും വരുന്നു. വരൂ.
ഇന്നത്തെ പൗർണമിയിൽ പൂർണ്ണചന്ദ്രനെ കാണാൻ എന്തു ഭംഗി! പൊന്നിൽ കുളിച്ചു നിൽക്കുന്നത് പോലെ. പൗർണമി നാളിൽ ശ്രീ പരമേശ്വരനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏതാഗ്രഹവും സഫലമാകുമെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? കമലേ, എന്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്. എന്താണ്? ഞാനും കൂടി കേൾക്കട്ടെ. അത് സഫലമാകുമ്പോൾ ഞാൻ പറയാം. എന്നാൽ എന്റെ മനസ്സിലുമുണ്ട് ഒരു എളിയ ആഗ്രഹം. എന്നാൽ പറയൂ, ഞാൻ കേൾക്കട്ടെ. ഞാൻ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞാനും ആഗ്രഹം സാധിച്ചിട്ട് പറയാം. എന്താ? എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. ശരീരം തന്നെയാണ് ക്ഷേത്രം. അതിനുള്ളിൽ പ്രാണനെ പ്രതിഷ്ഠിക്കുന്നത് ഈശ്വരനും. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം. പഞ്ചസധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരസന്മംഗളം
ആ